ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിന് കുത്തേറ്റു. യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് നേരെ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. നാസർ അബ്ദുൾ റഹ്മാനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ KSU മണ്ഡലം പ്രസിഡന്റ് അമൽ ടോമി, ബിലാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രതികളെത്തിയെന്ന് FIR-ൽ പരാമർശമുണ്ട്. FIR-ന്റെ പകർപ്പ് 24 ലഭിച്ചു. ആക്രമണത്തിന് പിന്നിൽ KSU-വിന്റെയും ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെയും പങ്ക് വ്യക്തമാണെന്ന് SFI ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു ആരോപിച്ചു. ഇതിനെല്ലാം എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്ത് SFI നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പറയുന്ന ഫ്രട്ടേണിറ്റിക്കും KSU-വിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നാടകോത്സവം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാക്ടീസിലാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം. ഈ വിദ്യാർത്ഥികളെ വിളിക്കുന്നതിനായിട്ട് കോളേജിലെത്തിയിട്ടുള്ള SFI യൂണിറ്റ് സെക്രട്ടറിയെ യാതൊരുവിധ പ്രകോപനമില്ലാതെ 20ഓളം വരുന്ന KSU-നെയും ഫ്രട്ടേണിറ്റിയുടെയും ആളുകൾ ചേർന്ന് കത്തിയും അതുപോലെ വടിവാളും ഉപയോഗിച്ചിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉള്ളത്. സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് അടച്ചു. കോളേജിൽ അടിയന്തര സ്റ്റാഫ് കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, FIR-ന്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടല്ലോ. അതിൽ ഈ രാഷ്ട്രീയ വിരോധം അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഈ ഏറ്റുമുട്ടലിലേക്ക്, ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ച സംഭവം എന്താണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? വിജയകുമാർ, FIR-ൽ വളരെ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. കാരണം കൊലപാതക ശ്രമം പ്രതികൾ നടത്തി എന്നുള്ളതായിരുന്നു. അതിൽ ഒന്നാം പ്രതി മനാഫ് എന്ന് പറയുന്ന ഒന്നാം പ്രതി കഴുത്തിന് നേരെ, അബ്ദുൾ നാസറിന്റെ കഴുത്തിന് നേരെ കത്തിവീശി ആ കൈവച്ച് തടയാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ 14 പ്രതികളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന 5 പ്രതികളെയും, അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 19ഓളം പ്രതികളെയാണ് പോലീസ് ഈ FIR-ൽ പ്രതിയേർത്തിരിക്കുന്നത്. അതിൽ വനിതകൾ, വിദ്യാർത്ഥിനികളടക്കം ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾ മഹാരാജാസ് കോളേജിനകത്തുള്ള കെമിസ്ട്രി ലാബിനടുത്തും സെൻട്രൽ സർക്കിളിന് അടുത്തും വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 4 വരെ പ്രതികളാണ് ഈ പരാതിക്കാരനെ, ആക്രമിക്കപ്പെട്ട ആളെ തടഞ്ഞു നിർത്തുകയും കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ 2 പേരെയാണ് പോലീസ് ഇതിൽ കസ്റ്റഡിയിലെത്തിക്കുന്നത്. അതിൽ ഒരാൾ KSU-വിന്റെ നേതാവാണ്. ആ 2 പേരും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയാണ്. നിലവിൽ കോളേജിന് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കോളേജിൽ SFI-യുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടാവുകയും ചെയ്യും. സ്റ്റാഫ് കൌൺസിലിന്റെ അടിയന്തര യോഗം ചേരുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ ഈ സ്റ്റാഫ് കൌൺസിൽ യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്നും അത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പ്രിൻസിപ്പാൾ അല്പസമയം മുമ്പ് അറിയിച്ചത്. ഏതായാലും നിലവിൽ പോലീസ് FIR എടുത്തിരിക്കുന്നു. 9 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാരാജാസ് കോളേജിൽ നിന്ന് തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് രാവിലെ വീണ്ടും നാടകോത്സവത്തിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ ഒരു സംഘം ഇതില് 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ KSU-വിന്റെ ചുമതലയുള്ള ഒരു ഭാരവാഹി കൂടിയാണ്. മറ്റേ ഒരാൾ, ഒരു ബിലാൽ എന്ന പേരാണ് കണ്ടത്. അയാളുടെ സംഘടനാ പശ്ചാത്തലം എന്താണ്? അതിന്റെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടോ? ബിലാൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ്. ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് FIR-ലും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബിലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് ഈ അക്രമത്തിന് ആദ്യം എത്തിയത്. അതിൽ KSU പ്രവർത്തകരും ഉണ്ടായിരുന്നു. അമൽ ടോമി എന്ന് പറയുന്നത് KSU-വിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. അത്തരം ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ എത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഈ കേസിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. നിലവിൽ ആക്രമിക്കപ്പെട്ട പ്രതികളും ആക്രമിച്ചവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു പുറമെ നിലവിൽ ആശുപത്രിയിലെത്തി പ്രകോപനമുണ്ടാക്കിയതിന് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെടുത്തിരിക്കുന്ന FIR-ൽ 14 പേരെ തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രതികളുണ്ട്. 5 പേരുടെ പേര് വിശദാംശങ്ങളില്ല. അവരെയും തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രതികൾ എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 വിദ്യാർത്ഥിനികളടക്കമാണ് പ്രതിപട്ടികയിൽ FIR-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായാലും കോളേജിന് അവധി കൊടുത്തിട്ടുണ്ട്. മറ്റ് അച്ചടക്ക നടപടികൾ ഉൾപ്പെടെ കോളേജിന്റെ സ്റ്റാഫ് കൌൺസിൽ. ഏതായാലും 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരാൾ KSU-വിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ഒരു നേതാവാണ്. മറ്റൊരാൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആക്രമണമെന്ന് FIR-ൽ പരാമർശമുണ്ട്. അതിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. മഹാരാജാസ് കോളേജിൽ നിന്ന് അടച്ചിട്ടുണ്ട്. സ്റ്റാഫ് കൗൺസിൽ യോഗം ചേരും. ഒരുപക്ഷേ
കുറച്ച് ദിവസത്തേക്ക് കോളേജ് അടച്ചിടാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താ മഴ കടക്കുന്നു. CPIMലെ വ്യക്തിപൂജയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ. പിണറായി വിജയനുമായി പഴയ അടുപ്പമില്ലെന്ന് ജി സുധാകരൻ തുറന്നു പറഞ്ഞു. PJ ആർമിയെ ഒക്കെ ആരാണ് ആർമി എന്ന് പറയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അനുഭവമില്ലാത്തവർ ആത്മകഥ എഴുതുന്നതായി KK ശൈലജയെ പരാമർശിച്ച് ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ഒരു ലാത്തിയടി പോലും കൊള്ളാത്തവർ ആത്മകഥ എഴുതുകയാണ്. ജീവിതത്തിൽ ത്യാഗങ്ങളോ അസാമാന്യതയോ ഉണ്ടായാൽ ആത്മകഥ എഴുതുമെന്നും ജി സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് LDFിലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗിനെ മുന്നണിയിലെടുക്കണമെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്നും സുധാകരൻ പറഞ്ഞു. ലീഗ് കൂടി ഇടത് പാളയത്തിലേക്ക് വന്നാൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കുറച്ചുകൂടി ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിന് കൊടുക്കുക. അതേസമയം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനത്തിൽ മൂന്നാം തവണയും വരാനുള്ളൊരു സാഹചര്യം, ഇങ്ങനെ പല പല രാഷ്ട്രീയ എന്നല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പല കണക്കുകൂട്ടലുകൾ അവരെല്ലാമാണല്ലോ ഇപ്പോൾ വന്നത്. അതെ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അവരുടെ ഒരു ആവശ്യം ഉണ്ടോ? അല്ല, അവരപ്പുറത്തുണ്ടായിട്ട് ഞങ്ങൾ 100 സീറ്റ് പിടിച്ചെങ്ങനെ? അവിടെ സീറ്റ് 24 നിന്ന് 12 13 ചുരുങ്ങിയില്ലേ? 13 ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പം 13 ഉണ്ടോ? ഇതിനിപ്പോൾ എത്ര ഉണ്ട്? 24 25 എല്ലായിരുന്നു എടുക്കുക. അങ്ങോട്ട് പോയ സീറ്റല്ലേ? 70 സീറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ തിരുവിതാംകൂർ സീറ്റേ ഇല്ലല്ലോ. അതെ, അപ്പോൾ അതൊക്കെ അവർ പരിശോധിക്കട്ടെ. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന ചോദ്യോത്തര പങ്ക്തിയിലാണ് CPM മുതിർന്ന നേതാവിൻ്റെ ഈ തുറന്നു പറച്ചിലുണ്ടായത്. KR ഗോപികൃഷ്ണൻ ഈ അഭിമുഖത്തിൻ്റെ മറ്റു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപി, കഴിഞ്ഞ കുറച്ചേറെ നാളായി സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ പരോക്ഷമായി ഈ പാർട്ടി വേദിയിലോ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികളുടെ വേദിയിലോ ഒക്കെ പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു പടി കൂടി കടന്ന് ഗോപി ചോദിച്ച ചോദ്യങ്ങളോട് അതേ തരത്തിൽ തന്നെ സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട്. പിണറായി വിജയനുമായി പഴയ സൗഹൃദമില്ല. KK ശൈലജയുടെ ആത്മകഥ അതിനെ അദ്ദേഹം വിമർശനാത്മകമായി സമീപിക്കുന്നുണ്ട്. ലീഗുമായി സഹകരിക്കാനുള്ള CPMലെ നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളോട് അങ്ങേയറ്റം വിമുഖത കാണിക്കുകയാണ് ഈ അഭിമുഖത്തിലാകെ അദ്ദേഹം ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഈ വ്യക്തിപൂജ അടക്കമുള്ള വിഷയങ്ങളിലെ വിയോജിപ്പ് പാർട്ടിക്കകത്ത് തന്നെ ചർച്ചയാകുമ്പോൾ അത് കുറെ കൂടി പ്രസക്തമാകുന്നുണ്ടല്ലോ ഈ തുറന്നു പറച്ചിലല്ലേ? തീർച്ചയായിട്ടും അതെ വിജയകുമാർ. നമുക്കറിയാം, അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയും മാത്രമാണ് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതും നടത്താറുള്ളതും. അതേ ശൈലിയിൽ തന്നെയായിരുന്നു ജി സുധാകരൻ എൻ്റെ അഭിമുഖത്തിലും സംസാരിച്ചത്. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുക തന്നെ ചെയ്തിട്ടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അടുത്ത കാലത്ത് പാർട്ടിയിലേറെ ചർച്ചയാക്കപ്പെട്ട വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട വിവാദം. അതിൽ ജി സുധാകരൻ പറഞ്ഞത് വ്യക്തി ആരാധന ഒരു കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ചതല്ല, അത് പാർട്ടിയുടെ രീതികളുമായി ചേർന്ന് പോകുന്നതല്ല. അതിനൊരു ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞതാണ് PJ ആർമി എന്ന മുൻപുണ്ടായിരുന്ന ഒരു ടീം. അത് ഒരിക്കലും P ജയരാജൻ അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണെന്ന് താൻ കരുതുന്നില്ല. P ജയരാജൻ ഒരു മികച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന അഭിപ്രായമാണ് തനിക്കുള്ളത്. പക്ഷേ PJ ആർമി എന്ന പ്രയോഗം തന്നെ ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അങ്ങനെ ഒരു തരത്തിലുമുള്ള വ്യക്തി ആരാധന പാർട്ടി അംഗീകരിക്കുന്നില്ല എന്ന് അസന്ദിഗ്ധമായി വ്യക്തമാക്കുകയായിരുന്നു ജി സുധാകരൻ. അതിന്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായി അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂര്യനോട് ഉപമിച്ചതും അദ്ദേഹത്തിന് അമാനുഷികമായ പരിവേഷം ചാർത്തി കൊടുക്കുന്നതുമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി ആരാധനയ്ക്ക് പിണറായി വിജയനെ പോലൊരാൾ കീഴ്പ്പെട്ടു പോയോ എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അത്തരം വ്യക്തി ആരാധനയെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. അതേസമയം തന്നെ പിണറായി വിജയനിലുള്ള തൻ്റെ വിശ്വാസം, അദ്ദേഹത്തെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. മുൻപ് നമുക്കറിയാം, ജി സുധാകരൻ പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരുന്നത് ഏറ്റവും കരുത്തുള്ള നേതാവ്, നിശ്ചയദാർഢ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളയാൾ, ഈ സംഘടനാ സംവിധാനത്തെ മുഴുവൻ ശക്തിയിലും അത് പ്രയോജനപ്പെടുത്താൻ അറിയുന്നയാൾ എന്നിങ്ങനെ പലതരത്തിലുള്ള വ്യക്തിവിശേഷങ്ങൾ പിണറായി വിജയനെ കുറിച്ച് ജി സുധാകരൻ നൽകിയിട്ടുണ്ട്. അത്തരം വ്യക്തിവിശേഷങ്ങളിൽ ഒന്നും തന്നെ തനിക്ക് ആ നിലപാടുകളിൽ ഒന്നും തന്നെ ഇപ്പോഴും കലർപ്പോ മാറ്റമോ വന്നിട്ടില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. പക്ഷേ മുൻപുണ്ടായിരുന്ന അത്രയും അടുത്ത ബന്ധം പിണറായി വിജയനുമായി തനിക്ക് ഇപ്പോൾ ഇല്ല എന്ന് ജി സുധാകരൻ തുറന്നു പറയുന്നുണ്ട്. അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞത് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ മേൽഘടകങ്ങളിൽ താനിപ്പോൾ പ്രവർത്തിക്കുന്നില്ല, മന്ത്രിസഭയുടെ ഭാഗമല്ല, സ്വാഭാവികമായും പിണറായിയുമായി ഒത്തുനിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭംഗ്യന്തരേണ അദ്ദേഹം ആ അകൽച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇപ്പോഴുള്ള അകലം തിരുവനന്തപുരം ആലപ്പുഴയും തമ്മിലുള്ള അകലമാണ് താനും പിണറായി വിജയനും തമ്മിലുള്ളതെന്നാണ്. പക്ഷേ അദ്ദേഹം വ്യക്തി ആരാധനയെ പാർട്ടി എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ്
ആരാധ്യരായിട്ടുള്ള ആളുകൾ പാർട്ടി നേതാക്കന്മാരായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങളാണ് ഒന്ന് EMS നമ്പൂതിരിപ്പാട്, EK നയനാർ, VS അച്യുതാനന്ദൻ. ഇങ്ങനെ ആരാധ്യരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരാധ്യരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരുടെ പട്ടികയിലെടുത്താൽ അതിൽ ഏറ്റവും ഒടുവിലത്തെ പേര് പിണറായി വിജയൻ്റെതാണെന്ന് G സുധാകരൻ പറയുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ, നമുക്കറിയാം G സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പവും ബന്ധവും പഴയതുപോലെ ഇല്ല. അദ്ദേഹം തഴയപ്പെട്ടു എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ പല നിലപാടുകളോടും G സുധാകരന് വിയോജിപ്പുകളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ G സുധാകരൻ പാർട്ടിയുടെ അച്ചടക്കത്തെ മറികടക്കുന്ന ഒരു പരാമർശങ്ങൾക്കും അദ്ദേഹം മുതിരുന്നില്ല. അതേസമയം തന്നെ തിരുത്തേണ്ട സമയത്ത് പാർട്ടി തിരുത്താൻ തയ്യാറാകണം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആത്മകഥ എഴുതുന്നതിനെ കുറിച്ച് അദ്ദേഹം പരാമർശം നടത്തിയത്. സ്വാഭാവികമായും അത് KK ശൈലജയുടെ പുസ്തകവുമായി ബന്ധപ്പെടുത്തിയല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന KK ശൈലജയുടെ പുസ്തകത്തെക്കുറിച്ചാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പേരുകൾ പറയാൻ തയ്യാറായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അനുഭവ സമ്പത്തുള്ളവർ, തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവർ, പാർട്ടിയിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മുന്നോട്ട് നയിച്ചവർ, നേതൃത്വ പാഠമുള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾ വേണം ആത്മകഥ എഴുതാൻ. അങ്ങനെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന്റെ ഇടതുമുന്നണിയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ചില പിന്നാമ്പുറ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപ് ലീഗ് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു ചരിത്ര സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. കാരണം ലീഗിന്റെ അടിത്തറ തകർന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് പഴയ പോലെ ശക്തിയുള്ള ഒരു പാർട്ടിയല്ല. ലീഗിനെ ഒപ്പം കൂട്ടി മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിൽ വരേണ്ട സാഹചര്യം ഇപ്പോൾ ഇടതുമുന്നണിക്കില്ല. മാത്രമല്ല അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് പോലെ പാർട്ടിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളും രീതികളും ഉണ്ട് എന്നാണ് വിജയകുമാർ പറഞ്ഞത്. അതായത് ലീഗിന്റെ വരവിന് അക്ഷരാർത്ഥത്തിൽ തടയിടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനോട് തനിക്ക് മാനസികമായി യോജിപ്പില്ല എന്നതിന്റെ രാഷ്ട്രീയ കാരണങ്ങളാണ് G സുധാകരൻ ഈ അഭിമുഖത്തിൽ വിശദീകരിച്ചത്. സമീപകാലത്ത് CPM-ൽ ചർച്ചയായ ഒട്ടുമിക്ക വിഷയങ്ങളോടും ഒട്ടുമിക്ക വിവാദങ്ങളോടും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന ഈ പ്രത്യേക അഭിമുഖ പരിപാടി ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രേക്ഷകർക്ക് 24-ൽ കാണാം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ആയുധമാക്കി പ്രതിപക്ഷം. എക്സാലോജിക്കിന്റെ വിശദീകരണം കേൾക്കാൻ ആദായ നികുതി വകുപ്പ് തയ്യാറായില്ലെന്ന CPM-ന്റെ വാദം ദുർബലമായി. എക്സാലോജിക്കിന്റെയും കരിമണൽ കമ്പനിയായ CMRL-ന്റെയും ഇടപാടുകൾ ദുരൂഹമെന്നാണ് ROC റിപ്പോർട്ട്. എക്സാലോജിക് കമ്പനിക്കെതിരായ ROC റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. CMRL-ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. സേവനം നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ROCക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്നും AK ബാലൻ പ്രതികരിച്ചു. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ 3-അംഗ കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല. കാരണം ഉള്ളടക്കത്തിലേക്ക്, വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേയില്ല. കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഒരു കേന്ദ്ര ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, OC ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി CMRL-ന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. കോടതി മേൽനോട്ടത്തിൽ EDയോ CBIയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെയും അതിൻ്റെ നിയമത്തിൻ്റെയും, അതായത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിൻ്റെ ഫൈൻഡിങ്. അതാരാ അന്വേഷിക്കേണ്ടത്? അവരാണ് വിഷയം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. കുറ്റം ചെയ്തവർക്കെതിരായ അന്വേഷണത്തിൽ മുഖം നോക്കില്ല. മാസപ്പടി കൈപ്പറ്റിയതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് മാധ്യമങ്ങളാണ്. അന്വേഷണം നടന്ന് വസ്തുതകൾ പുറത്തുവരട്ടെ എന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. Taking against those who break the law and those who are culprits. So they are accused. Investigation will be done. Fair investigation will happen, and everybody who is guilty will be punished. We don't see the face of the crime.
we see the content and the gravity of the crime. And you only have published all the details, her accounts details, how the monthly payment was coming, and what is the logic for it, which kind of services they were providing. There are so many issues. Let the investigating cooperative agency probe it, and then we'll discuss, because I'll be here more time. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ ഇക്കാര്യത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജി ഹാജരാക്കിയില്ല. GST അടച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമേ അവർ കൈമാറിയിട്ടുള്ളൂ. CMRL ആണെങ്കിൽ ഈ വിവരങ്ങൾ അപ്പാടെ മറച്ചുവെച്ചു. അങ്ങനെ ആ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പരാമർശങ്ങളും ഉണ്ടെന്നിരിക്കെ ഏത് തരത്തിലാണ് CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പ് എക്സാലോജിക്കിന്റെ ഭാഗം കേട്ടിട്ടില്ലെന്ന CPMന്റെ വാദങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ ROC റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എക്സാലോജിക്ക് CMRL ഇടപാടിൽ അടിമുടി ദുരൂഹതയുണ്ട്. മാത്രമല്ല, രേഖകളടക്കം കൃത്രിമം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. കമ്പനി ആക്ട് റൂളിന്റെ എതിരാണ് ഈ നടന്ന ഇടപാടിനടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കർണാടക ROCയുടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ CPM ഇക്കാര്യത്തെ പ്രതിരോധിക്കുന്നത്. ഒന്ന്, വിജിലൻസ് കോടതിയുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ, മാത്രമല്ല ഹൈക്കോടതിയിലടക്കം ചില കണ്ടെത്തലുകൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രേഖകളൊക്കെ സമർപ്പിച്ചു എന്നുള്ള മുഖ്യമന്ത്രിയുടെ അടക്കം വാദം, അതടക്കമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അന്വേഷണ നീക്കം, അത്തരം നീക്കങ്ങൾക്ക് CPM ഭയപ്പെടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ, AK ബാലനോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ല. അത് അദ്ദേഹം വ്യക്തമായ കാര്യമല്ല പറയുന്നത്. അദ്ദേഹം അതിനെ പഴിക്കുന്നത്രയും ഇന്ററിം പ്ലാനിംഗ് ബോർഡിനെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി നമ്മൾ ഇന്ന് കണ്ടതാണ്. AK ബാലൻ പറഞ്ഞ കാര്യം, CMRൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമവിരുദ്ധ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ അല്ല. ഏതെങ്കിലും തരത്തിൽ എക്സാലോജിക്ക് വഴിവിട്ട നീക്കം നടത്തിയിട്ടില്ല. ചോദിച്ചത്, ആവശ്യപ്പെട്ടത് നികുതിയുമായി ബന്ധപ്പെട്ട രേഖകളാണ്. അതുമായി ബന്ധപ്പെട്ട ആദായ നികുതി രേഖകളും GST രേഖകളും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ എന്നും AK ബാലൻ ചോദിക്കുന്നു. അപ്പോഴും സർവീസ് ആണെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കും CMRലും നടത്തിയ ഇടപാടുകളുടെ രേഖകൾ അതെവിടെ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിക്കുകയാണ്. പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നതാണ്. നേരത്തെ CPMന്റെ ചില നേതാക്കൾ പറഞ്ഞത് ആ രേഖകളടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതടക്കം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ROC റിപ്പോർട്ട് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുകയാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഇത് ശക്തമായ പ്രചാരണ വിഷയമാക്കാനും നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ, പ്രത്യേകിച്ച് EDയോ CBO അന്വേഷിക്കേണ്ടതാണ് എന്ന പരാമർശം കൂടിയുണ്ട്. അതുകൂടി ആയുധമാക്കുകയാണ് ഈ ദിവസം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.